നമസ്തേ, ഇത് വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് കറണ്ട് ഫീലിങ്സ് മാത്രമല്ല, ഫസ്റ്റ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നുണ്ടോ. സോ അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കറണ്ട് ഫീലിങ്സും പിന്നെ പ്ലസ് നിങ്ങളുടെ പേഴ്സൺ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ എത്ര സമയത്തിനുള്ളിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടാകാൻ പോകുന്നുള്ളത് എന്നുകൂടെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ എല്ലാവരും ബ്രീത്ത് ഔട്ട് ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി നമ്മൾ റീഡിങ്സ് ഒക്കെ ചെയ്തിട്ട്, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ എല്ലാവരും ഫസ്റ്റിൽ തന്നെ നിങ്ങളെല്ലാവരും മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറൽ ഫീവറിൻ്റെയൊക്കെ ടൈമാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പനിയൊക്കെ വന്നു കഴിഞ്ഞാലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. അതൊക്കെയല്ലേ സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. എന്തെങ്കിലും കൗൺസിലിംഗ് സെക്ഷൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ DM ചെയ്യാം. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. ഞാൻ ആ ടൈമിൽ ഇവിടെ നിന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ റീഡിങ്സ് ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി, പേഴ്സണലൈസ്ഡ് റീഡിങ്സ് എടുത്തിട്ട് കുറേ ആയി. റെയർ ആയിട്ടൊക്കെ പാസ്റ്റ് ലൈഫൊക്കെ പോലുള്ളതൊക്കെ എടുക്കുമായിരുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. കുറേ ആളുകളൊക്കെ വിളിച്ചു ചോദിച്ചു എന്ത് പറ്റി, കുറേ ആയിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലായി, എനിക്കറിയാം കുറച്ച് നാൾ കാണാതിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ തിരക്കിക്കൊണ്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. വിചാരിച്ചു ഇന്നലെ റീഡിങ് ഇടാം എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലും എനിക്ക് അന്നേരം ഒരു എന്താ പറയുക, വേണ്ട എന്നുള്ളൊരു രീതിക്കായിരുന്നു ഇന്നർ വോയിസ് വന്നത്. അതുകൊണ്ടാണ് പിന്നെ ശരിക്കും ഞാൻ റീഡിങ് ചെയ്യണം എന്ന് തന്നെ ഇരുന്നപ്പോഴേക്കും കുറേ കോളുകളൊക്കെ വന്നിട്ട് ചോദിച്ചു എന്താ റീഡിങ് ഇടാത്തത് എന്ന് ചോദിച്ചു. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് തിരക്കുന്നുണ്ട് എന്നറിയുമ്പോൾ. അതുപോലെ തന്നെ അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ റീഡിങ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ റീഡിങ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളത് ഞാൻ വന്നില്ലല്ലോ എന്ന് തിരക്കുന്നുള്ളത്. സോ അത് വലിയൊരു കാര്യമാണ്. എൻ്റെ ഒരു സോൾ പർപ്പസും അത് തന്നെയാണ്. നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ ഹീൽ ചെയ്യുക. ഒരു ഹീലറിനെ സംബന്ധിച്ചിടത്തോളം ഹീലിംഗ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. കാണുന്ന ആളുകളെ ഹീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, സോ നിങ്ങൾ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു ടൈമിലായിരിക്കും നിങ്ങളുടെ എനർജീസ് കാർഡ്സ് ക്യാപ്ചർ ചെയ്യുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ കാർഡ് ഷഫിൾ ചെയ്യുന്ന ടൈമിൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ മാക്സിമം. പ്ലീസ് ഗൈഡ് മീ വ്യൂവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ഈ ഒരു ടൈമിൽ എന്താണ്? ഇവിടെ ഒരു കാർഡ് ഡെവിളാണ്. സോ ഞാനത് ഹൈഡ് ചെയ്തു. ആ കാർഡ് ഏജ് റിസ്ട്രിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. സോ അതുകൊണ്ടാണ് കേട്ടോ. 2 ഓഫ് ഹാൻഡ്സ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാർഡ് കാണാൻ പറ്റുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2 ഓഫ് ഹാൻഡ്സ് വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ വന്നിട്ടുള്ളത് ഡെവിളാണ്. ടവർ മൂവ്മെൻറ്റ്. ഹാങ്ഡ്. പക്ഷേ ഈ ഒരു ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. പക്ഷെ ഞാൻ റിവേഴ്സ് എടുത്തിട്ടില്ല. എൻ്റെ മിസ്റ്റേക്സ് കൊണ്ടാണെങ്കിലോ ചിലപ്പം കാർഡ്സ് അങ്ങനെ ബൈ മിസ്റ്റേക്സിലേക്ക് റിവേഴ്സ് വരാറുണ്ട്. ദി മൂൺ. പ്രസൻറ്റ് സിറ്റുവേഷനിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ പ്രസൻ്റ്ലി ഒരു ന്യൂ മൂണൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം, അല്ലെങ്കിൽ ആ ഒരു ന്യൂ മൂണിൻ്റെ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ വല്ലാണ്ടൊരു എന്താ പറയുക ലോ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു എനർജീസിലായിരിക്കും ഉണ്ടാവുക. ലൈക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്താ പറയുക വല്ലാണ്ടൊരു എന്താ പറയുക മൂഡ് ഓഫ് ആണല്ലോ. എനിക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെ ഒരു മൂഡ് ഓഫ് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക്
എന്താ പറയുക, ശരിക്കും ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, അതല്ലാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങളുടെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ ചിന്തിക്കും മേ ബി നിങ്ങൾക്ക് ഈ റിലേഷനിൽ എല്ലാ കാര്യങ്ങളും സഡൻലി ആണ് സംഭവിക്കുന്നത്. എപ്പോഴും പെട്ടെന്ന് 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 ഒരു ടവർ മൂവ്മെന്റ് നിങ്ങളുടെ റിലേഷനിലേക്ക് വരുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ എത്ര പെട്ടെന്നാണ് സിറ്റുവേഷൻസ് ഇങ്ങനെ മാറുന്നത്. നിങ്ങളും അതിശയിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളിവിടെ ഉള്ളത്. ലൈക്ക് എപ്പോഴും ടവർ മൂവ്മെന്റ്സ്, ആ ഒരു എനർജീസ് നിങ്ങൾ ഈ ഒരു ടൈമിൽ വല്ലാണ്ടൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജീസിലാണ് ഈ ഒരു ടൈമിലുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയോ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇവിടെ ആളുകൾ ബ്ലാക്ക് മാജിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ഒരു ഡെവിലിൻ്റെ എഫക്റ്റ് നിങ്ങളെ ചുറ്റി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ടാവാം, അല്ല നിങ്ങളുടെ ഭക്തി കൊണ്ടാവാം നിങ്ങളിവിടെ പിടിച്ചു നിൽക്കുന്നുള്ളത് കുറേയൊക്കെ ആയിട്ട്. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങൾ ഒത്തിരി നെഗറ്റീവ് ആകുന്നതും ഓവർ തിങ്ക് ചെയ്യുന്നതും മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതും ഒക്കെ. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയും അതിനൊരു റീസൺ ആണ്. പ്ലസ് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് ബ്ലാക്ക് മാജിക് എനർജീസ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഈ പ്രസൻ്റ്ലി നിങ്ങളുടെ മൈൻഡിലുള്ള നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻസ്, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നല്ല രീതിക്ക് ലോ വൈബ്രേഷനിലേക്ക് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. സോ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്കൊരു ഡിസ്കവറി ഫേസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഓവർ തിങ്സ് വരുമ്പോൾ പോലും നിങ്ങൾക്കറിയാം എന്താണ് റിയാലിറ്റി എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ റിയാലിറ്റിയെ കാണാൻ ആ ഒരു മൂഡ് സ്വിങ്സ് അല്ല ഒരു ഓവർ തിങ്കിങ്സ് മൂലം നിങ്ങൾ ആ ഒരു റിയാലിറ്റിയെ കാണാതിരിക്കുന്നതാവാം. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻസ് നിങ്ങളുടെ അക്കോർഡിംഗ് എന്ത് സിറ്റുവേഷൻ നിങ്ങൾ ഏത് രീതിക്കാണോ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ആ ഒരു രീതിക്ക് എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ചില സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പിന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതൊരു മൈൻഡിൻ്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഇതാണത്. അപ്പോൾ ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ, നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ ഒരു ടൈമിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, 8 of cups, the death, 6 of swords, and bottom of the deck the devil. ഡെവിലിൻ്റെ എനർജീസ് ആണ് ബോട്ടംസിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ പറയും അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നാൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചില സമയത്ത് ഈ ഒരു വ്യക്തി വിചാരിക്കും ഇവരുടെ ഒരു നിങ്ങളുടെ ഈ ഒരു റൂഡ് ആറ്റിറ്റ്യൂഡ്, ഐ ഡോണ്ട് നോ ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഇവർ നിങ്ങൾ വളരെ റൂഡാണെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾ വളരെ കൺട്രോളിങ് ആണ്, നിങ്ങൾ വളരെ റൂഡാണ് എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൺട്രോളിൽ ഈ ഒരു കണക്ഷൻ നിൽക്കണം, അല്ലെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഒരു പക്ഷേ റിയാലിറ്റി അതല്ലായിരിക്കാം. നിങ്ങൾ അത്രയും അനുഭവിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഇത്രയും ആ ഒരു ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ജെൻഡർലെസ് ആണ്. സോ ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ മെയിലാണല്ലോ എനിക്ക് ഈ ഒരു എനർജി റെസനേറ്റ് അല്ലല്ലോ എന്നല്ല, ഇതൊരു എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നിങ്ങൾ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഈ ഒരു എനർജിയിലാണ്. കാരണം നിങ്ങൾ അത്രയും സഫർ ചെയ്തു റിലേഷനിൽ നിന്ന്. സോ നിങ്ങൾ സ്റ്റിൽ നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട് സ്റ്റിൽ, അതുകൊണ്ട് എന്നിട്ട് പോലും നിങ്ങൾ ഇത് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു തോട്ട്സിൽ നിങ്ങൾ മാക്സിമം ഈ ഒരു വ്യക്തി ഇതിൽ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. സോ ആ ഒരു എനർജീസ്, സോ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് സെയിം കാര്യം ഇവർ ആക്ഷൻ വൈസിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നല്ലോ. ലൈക്ക് ഈ ഒരു വ്യക്തി ഇവരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇവരും ചിന്തിക്കുന്നത്. അറ്റാച്ച്മെന്റ് ഉണ്ട്, സ്റ്റിൽ മൂവ് ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ്. ഇവിടെ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജീസ്, അക്വേരിയസ് എനർജീസ് ഇവിടെ സ്ട്രോങ് ആണ് കേട്ടോ. Pisces means water sign. Scorpio energies active ആണ്. Scorpio water sign ആണ്. Virgo, Taurus Virgo അല്ല, Virgo active ആണ്, earth sign. For some of you എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവിടെ ശനിദിശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശനിദിശ ഉണ്ട് ഇവിടെ, ശനിയുടെ എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു ശനി ഒരിക്കലും ഒരു മോശമായിട്ടുള്ളൊരു ടൈമല്ല. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളുടെ ഒരു കർമ്മമാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സോ
ജസ്റ്റിസ് ആയിട്ടുള്ളൊരു ഗോഡാണ് ശനി എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മോശം സമയമാണെന്ന് ചിന്തിക്കുന്ന ഒരു ടൈമിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു ശനിദിശയിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ ഒരു ടൈമിൽ ഇവർ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടാണെങ്കിലും ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു ട്രാൻസിഷൻ വരിക അല്ലെങ്കിൽ ഇതിലൊരു ചേഞ്ച് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം സ്ലോ പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾസ് നടന്നാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതല്ലാതെ ഇതിൽ എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്ത് ഹീൽ ചെയ്ത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിലൊരു ചേഞ്ചസ് പെട്ടെന്ന് എല്ലാവരും ഒരു ഹാർഡ്ഷിപ്പിനെ ഒന്നും ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ ഹീൽ ചെയ്യാനോ ഒന്നും പെട്ടെന്ന് പറ്റുന്നുണ്ടാവില്ല ഈ റിലേഷനിൽ. സോ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു റിലേഷൻ ടൈം എടുക്കും ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ഞാൻ ഈ ഒരു റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ പീസ് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എൻ്റെ പീസ് സാക്രിഫൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻ്റെ സെൽഫ് റെസ്പെക്ട് ഞാൻ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഈ റിലേഷൻ മുന്നോട്ട് പോകും. ഇതിലൊരു ട്രാൻസിഷൻ ഉണ്ടാവും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, വളരെ സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നത് ഈ ഒരു ടൈമിൽ. ഇത് ഞാൻ പറയുന്ന ഒരു എനർജി അല്ല, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു എനർജീസ് ആണ് കേട്ടോ. എന്താണോ കാണിച്ചിൽ വരുന്നത് അതായിരിക്കും പറയുന്നുണ്ടാവുക കേട്ടോ. ശരിക്കും ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന്. പിന്നെ ചിന്തിക്കും, ഓക്കെ, എപ്പോഴേലും എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യാം. ഫൂളിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്. ഫൂളിൻ്റെ കാർഡ് ന്യൂ ബിഗിനിങ്ങിനെ തന്നെയാണ് കാണിക്കുന്നത്. ഡെത്തിൻ്റെ കാർഡ് ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഫൂൾ എപ്പോഴും എങ്ങനെയാണ്? ഫൂൾ എപ്പോഴും ഒരു ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോകുന്ന ഒരു എനർജിയാണ് ഫൂള്. ലൈക്ക് സഡൻ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയല്ല. ലൈക്ക് ഓക്കെ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിൻ്റെ എനർജീസ്, അങ്ങനെ ഒരു എനർജീസാണ്. ഇപ്പോൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ നടക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല. യൂണിവേഴ്സ് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ റിലേഷനിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡെത്ത് ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കും നിങ്ങളുടെ ഈ റിലേഷനിൽ. വാട്ട് എവർ ദ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലല്ലേ, നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ, ഇവിടെ രണ്ടുപേരുടെയും ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ഒരു ടവർ മൂവ്മെന്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സെപ്പറേഷൻ ഫേസ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സെപ്പറേഷൻ ഫേസിന് ശേഷം നിങ്ങളുടെ റിലേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. നിങ്ങളിപ്പം മാരീഡ് അല്ല, സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, മേ ബി എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇവിടെ നിങ്ങൾക്ക് മാരേജിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ് നോക്കുന്നുള്ളത്. ലൈക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയി മാരേജിന് വേണ്ടിയിട്ട്, പക്ഷെ പെട്ടെന്ന് ഇവർ ഈ ഒരു കണക്ഷൻ വേണ്ടെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വേണം, അവരെ മാരേജ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ സ്റ്റിൽ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ, അത് അവർ വേറെ മാരേജ് ചെയ്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഇതൊരു റെയർ ആയിട്ടുള്ളൊരു റീഡിങ്, ഒരു സിനാരിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള സിനാരിയോ റെസനേറ്റ് ആവണമെന്ന് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ത്രോട്ട് ചക്ര ഹീൽ ചെയ്യുക. എനിക്ക് സംസാരിക്കുന്ന ടൈമിൽ ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ റീഡിങ് എടുത്ത ടൈമിൽ. സോ നിങ്ങൾ ത്രോട്ട് ചക്ര ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ത്രോട്ട് ചക്ര ഹീലിംഗ്, നമ്മുടെ 7 ചക്ര എടുത്ത് നോക്കുമ്പോൾ ത്രോട്ട് ചക്രയിൽ അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബീജമന്ത്രം ചാൻറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7 ചക്രയുടെ മെഡിറ്റേഷൻസ് ചെയ്ത് ഹീൽ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു വ്യക്തി അടുത്ത് തന്നെ ഒരു ആക്ഷൻ എടുക്കുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, റീകൺസിലേഷൻ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചു വരുമോ? ഓൾറെഡി ഞങ്ങൾക്ക് മനസ്സിലായി തിരിച്ചു വരും എന്നുള്ളത്. അതൊരു ഫാസ്റ്റ് ആക്ഷൻ ആയിരിക്കും, അതൊരു സ്ലോ ആക്ഷൻ ആയിരിക്കും. നിയർ ഫ്യൂച്ചറിൽ നമുക്കൊരു നെക്സ്റ്റ് ആക്ഷൻ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു റീകൺസിലേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ 333 കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. 333 ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവാം. നിങ്ങളുടെ ഒരു വ്യക്തി പ്രസന്റ് സിറ്റുവേഷനിൽ ഇവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെയാണ് ഇഷ്യൂസ്, ഇന്നതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി ഇവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെ പറ്റിയിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
സോ അതാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പെന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻ അധികം ഇല്ലാണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ അതാണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇവിടെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് 7 months ആവാം, 7 months കൂടുതൽ, അല്ലെങ്കിൽ 3 months ഒക്കെ ആയിട്ടുണ്ടാവാം. മേ ബി നിങ്ങളെ എന്താ റീസെൻ്റ് ആയിട്ട് ഇപ്പം മാർച്ച് മന്തിലൊക്കെ ആയിരിക്കും പിടിച്ച് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ളത്. എന്ത് സിറ്റുവേഷൻസ് സിനാരിയോസ് ആണെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി ഒരു ആക്ഷനിലേക്ക്, ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഒരു എനർജിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു 3 months എങ്കിലും പിടിക്കുന്നുണ്ടാവും. ഇവിടെ 3 എനർജീസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു 3 months കോണ്ടാക്റ്റ് ഉണ്ടാവാം. ഈ ഒരു ടൈമിൽ ഇവർ ആക്ഷൻലെസ് ആയിട്ട് തന്നെ മനഃപൂർവ്വം ഇരിക്കുന്നതാണ്. മനസ്സിലായോ? സോ മനഃപൂർവ്വം ആക്ഷൻലെസ് ആയിട്ട് ഇരിക്കുന്നതാണ്. അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളോ ഒന്നും പ്രസൻ്റ്ലി ഇല്ല. നിങ്ങളിപ്പോൾ ഫിയറിൽ ഇരിക്കുകയായിരിക്കും, എൻ്റെ പേഴ്സൺ ഇനിയിപ്പോൾ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു അങ്ങനെയുള്ളൊരു ഫിയറിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഈ ഒരു ടൈമിൽ. ഇവർ മനഃപൂർവ്വം ആക്ഷൻലെസ് ആയിട്ട് ഇവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് കരിയറിലൊക്കെ ഫോക്കസ് ചെയ്ത് ഇവരിയ്ക്കുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ ഡൗൺ, ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് പ്രീവിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രോമ ഇവരുടെ ഉള്ളിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും സിറ്റുവേഷൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണെങ്കിലും ആ ഒരു നെഗറ്റീവ് എനർജീസ് ഇവരുടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബേസിൽ എക്സ്പീരിയൻസ് പാസ്റ്റിൽ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാവാം ഇവർ ആക്ഷൻലെസ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ അവർ എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റീഡിങ് ഷെയർ ചെയ്യുക മാക്സിമം ആളുകൾക്ക്. റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 333 ഏഞ്ചൽ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക. താങ്ക് യു.